വായിച്ച ആ സങ്കീർത്തന ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. 116-ാം സങ്കീർത്തനമാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. Psalms 160. അതിന്റെ തലക്കെട്ടിൽ ആരത് എഴുതിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. There is no mention about the author of this psalm. എന്നാൽ ഈ സങ്കീർത്തനത്തിലെ പല വാക്യങ്ങൾ ദാവീദിന്റെ മറ്റു സങ്കീർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഓദറെ കിട്ടാത്ത എല്ലാ സങ്കീർത്തനങ്ങളും നമ്മൾ ദാവീദിന് കൊടുക്കുന്നത് പോലെ, എന്നാൽ അങ്ങനെയല്ല, വളരെ തെളിവോടുകൂടെ തന്നെ ദാവീദാണ് ഇത് രചിച്ചതെന്ന് പറയുവാനുള്ള എല്ലാ തെളിവുകളും നമുക്ക് വചനത്തിൽ നിന്ന് ലഭിക്കുന്നു. വിശേഷാൽ ഈ സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ 1-ാം വാക്യവും 5-ാം വാക്യവും 1-ാം വാക്യവും 3-ാം വാക്യവും 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. ആ 18-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ തിരിച്ചാൽ നമ്മളവിടെ കാണുന്നു. ഇതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇതേ പദപ്രയോഗമാണ് ദാവീദ് 18-ാം സങ്കീർത്തനത്തിലും ഉപയോഗിക്കുന്നത്. എന്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 116-ന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. 118-ാം സങ്കീർത്തനത്തിന്റെ 4-5 വാക്യങ്ങളിൽ ദാവീദ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ ഗടികളും എന്നെ തുടർന്നു പിടിച്ചു. അപ്പോൾ ഈ വാക്യങ്ങളുടെ ഒക്കെ ഉദ്ധരണികൾ നമ്മളെ ഓർപ്പിക്കുന്നത് ദാവീദാണ് ഇതിന്റെ രചയിതാവെന്ന് നാം പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ സാധിക്കും. മറ്റൊരു വിശേഷത ഈ 116-ാം സങ്കീർത്തനത്തിനുള്ളത് പെസഹ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ പെസഹ ദിവസം രാത്രിയിൽ പെസഹ അപ്പം കഴിക്കുന്നതിന് മുമ്പായിട്ട് യഹൂദന്മാർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പെസഹ ആചരണത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാർ പാടുന്ന ഒരു സ്തോത്രഗാനമാണ്. The history says that during the Passover festival, it was a Jewish custom to sing and praise God by singing this Psalms 116. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ശിഷ്യന്മാരും തന്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് പെസഹ ആചരിച്ചതായിട്ട് വചനം ഓർപ്പിക്കുന്നു. അപ്പം നുറുക്കിയ ശേഷം സ്തോത്രഗാനം പാടി അവർ ഒലിവുമലയ്ക്ക് പോയി എന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 26-ാം അധ്യായം 30-ാം വാക്യം, മാത്യു ചാപ്റ്റർ 26:30. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു. അവർ പാടിയ സ്തോത്രഗാനം ഇതായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. കാരണം ന്യായമായിട്ടും ട്രഡീഷണലായിട്ട് പെസഹ പെരുന്നാൾ ആചരിച്ച ശേഷം യഹൂദന്മാർ പാടുന്ന അതേ പാട്ട് യേശുവും ശിഷ്യന്മാരും പാടി എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാടി സന്തോഷിച്ച ഒരു പാട്ട് ഇന്ന് പകൽക്കാലം നമുക്കും അതിൽ നിന്ന് പാടുവാനും ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനും ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു ഹല്ലേൽ സങ്കീർത്തന ഗണത്തിൽപ്പെടുന്നതാണ്, സ്തോത്ര സങ്കീർത്തനമാണ്. എന്നാൽ ഇതിനകത്തെ പ്രതിപാദ്യ പുരുഷൻ ദാവീദാണോ അതോ ദാവീദ് പുത്രനായ ക്രിസ്തു തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ
യേശു ക്രിസ്തുവിന്റെ ജീവിതവും തന്റെ കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളും ഒക്കെ ക്രൂശുമരണവും ഒക്കെ അതേപോലെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമല്ലേ ഇതൊന്ന് നമുക്ക് ഇത് വായിച്ചു വരുമ്പോൾ ബോധ്യപ്പെടും. അപ്പോൾ യേശു തന്നെ കുറിച്ച് തന്റെ പിതാവായിരുന്ന ദാവീദ് ആത്മാവിൽ എഴുതിയ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് 116 മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാടുകയും തന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിലുള്ള പാട്ടും പെസഹ കുഞ്ഞാടിനോടുള്ള ബന്ധത്തിലാണ് ഈ പാട്ട്. അതുകൊണ്ടാണല്ലോ പെസഹായുടെ നാളിൽ ഇത് പാടുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാട് ആരാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് തന്നെ കുറിച്ചുള്ള ഈ പാട്ട് പാടുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനത്തെ ധ്യാനിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അസാധാരണമായ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ ദാവീദും അപ്പോൾ തന്നെ യേശുവും കടന്നുപോയ അനുഭവങ്ങളുണ്ട്. എക്സ്ട്രാഓർഡിനറി കൈൻഡ്നസ് അറ്റ് ആൻ എക്സ്ട്രാഓർഡിനറി ടൈം. അസാധാരണ സമയത്ത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അസാധാരണ ദയയും കൃപയും. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത. അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ തന്റെ ജീവനിൽ ലഭിച്ച വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. Life rescued from death is the subject of verse 1 to 11 and verse 12 to 19, a life of gratitude. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് ലഭിച്ച ഒരു ഭക്തന്റെ സ്തുതിസ്തോത്രങ്ങളാണെങ്കിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ ഒരു നന്ദി കരയറ്റലാണ്, താങ്ക്സ് ഗിവിംഗ് ആണ്. എന്തിനാ? വിടുതൽ ലഭിച്ചത്, മരണത്തിൽ നിന്ന് നീക്കുപോക്ക് ലഭിച്ചത്. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ സങ്കീർത്തനത്തെ ഒന്ന് വായിച്ച് ആ വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി ചില കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തിച്ചു എന്റെ സമയപരിധിക്കുള്ളിൽ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1-ാം വാക്യം, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഒറ്റ വാക്കിൽ ഇത്ര സ്വാർത്ഥനാണോ ദാവീദ് എന്ന് ഒരു പക്ഷെങ്കിൽ തോന്നിപ്പോകും. കാര്യസാധ്യത്തിന് വേണ്ടിയാണോ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് ഒരു തെറ്റായ ചിന്ത ഒരു പക്ഷെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഒരു വായനക്കാരന് തോന്നിപ്പോകാം. എന്നാൽ അങ്ങനെയല്ല. യഹോവയുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതുകൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. പ്രാർത്ഥന കേട്ടാലും ഇല്ലെങ്കിലും ചന്ദ്രക മേശ കപലനവോ പറയുന്നത് പോലെ ഈ തീച്ചൂളയിൽ നിന്ന് ഈ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ ഞങ്ങൾ പിൻപറ്റും, ഈ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ദാവീദ് ദൈവത്തെ സ്തുതിക്കുവാനും സ്നേഹിക്കുവാനും ഒരു കാരണം ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1, തന്റെ പ്രാർത്ഥന കേട്ടു. 2, തന്റെ ചെവി അവങ്കലേക്ക് ചായ്ച്ചു. അപ്പോൾ ചെവി ചായ്ച്ചു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ദാവീദ് പരിചയപ്പെടുത്തുന്നത്. Verse 2, because he hath inclined his ear unto me, therefore will I call upon him as long as I live. എങ്കിലേക്ക് ചെവി ചായ്ച്ച് എന്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും.
ഞാൻ എപ്പോൾ എവിടെ മുട്ടുമടക്കിയാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. സമയമോ കാലമോ ഒന്നുമില്ലാതെ ഏത് സമയത്ത് എവിടെ മുട്ടുമടക്കിയാലും അവിടെ ഇറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് മറുപടി തരുന്ന ഒരു നല്ല ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ നന്ദിയോട് സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നിലവിളിച്ചപ്പോൾ, സഭയായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ശ്രദ്ധയോടെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അപേക്ഷിച്ചപ്പോൾ, നമ്മെ സൃഷ്ടിച്ചവരും നിർമ്മിച്ചവരുമായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ, ചെവി ചായ്ച്ചിറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ വിടുവിച്ച ദൈവത്തെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ സ്തുതിച്ചു കൊള്ളണം. അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു വ്യക്തി പോലും ഇന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും പ്രാർത്ഥനയുടെ മറുപടി തരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുവാന്, ഇന്ന് പകൽക്കാലം ആരാധിക്കുവാൻ അവന്റെ സന്നിധാനത്തിൽ നാം കടന്നു വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിടുതൽ പ്രാപിച്ചെങ്കിൽ, ഈ ദൈവം പ്രാർത്ഥന കേട്ടെങ്കിൽ, അതോട് ചേർന്ന് ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തവരുടെ സാക്ഷ്യം എന്ന് പകലിൽ കേട്ടല്ലോ നമ്മൾ. തീരുമാനങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ വരുമ്പോൾ അത് ഉണർത്തിക്കത്തക്കവണ്ണം ദൈവം ഇടപെടാറുണ്ട്. ഇടപെട്ട് അത് മനസ്സിലാക്കി, അത് ബോധ്യപ്പെട്ട് അത് കറക്റ്റ് ചെയ്യുന്നതാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹം. അതാണ് വിടുതൽ. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുകയാണ്, ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥന കേട്ട എന്റെ ദൈവത്തെ തന്നെ ഞാൻ ആയുസ്സുള്ളിടത്തോളം കാലം, എന്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം, എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ ദൈവത്തെ തന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന ദാവീദിന്റെ ദൃഢനിശ്ചയം. ഇതായിരിക്കട്ടെ ദൈവസന്നിധിയിൽ നമ്മുടെ തീരുമാനവും ഇന്ന് പകൽക്കാലം. മൂന്നാം വാക്യം, വേഴ്സ് 3. മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, sorrow of death compassed me and the pains of hell get hold upon me. I found trouble and sorrow. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്, കഷ്ടതകളൊക്കെ വന്നിട്ടുണ്ട്. താൻ രോഗിയായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വചനം ഓർപ്പിക്കുന്നു. എന്നാൽ മരണവാസങ്ങളെ ചുറ്റത്തക്ക പാതാള വേദനകൾ അനുഭവിച്ച ഒരു അനുഭവം ദാവീദിനെക്കാട്ടിൽ എന്തുകൊണ്ടും അന്വർത്ഥമാകുന്നത്, സ്യൂട്ടബിൾ ആകുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അനുഭവങ്ങളോടുള്ള ബന്ധത്തിലാണ്. ഗബദയുടെ കൽത്തളം മുതൽ ഗോൽഗോഥാ കുന്നുവരെ, അല്ലാതെ ഇച്ചിരൂടെ അപ്പുറത്തോട്ട് മാറി പറഞ്ഞാൽ ഗദസമനയുടെ പൂങ്കാവനം മുതൽ ഗോൽഗോഥാ കുന്നിന് മുകൾ വരെയുള്ള യേശുവിന്റെ കഷ്ടപ്പാടുകളുടെയും പങ്കപ്പാടുകളുടെയും യാതനകളുടെയും ആ വിവരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മരണപാശങ്ങൾ തന്നെ ചുറ്റിയ അനുഭവമായിരുന്നു തനിക്ക് ഗദസമനത്തോട്ടത്തിൽ ഉണ്ടായത്. വിയർപ്പ് തുള്ളികൾക്ക് പകരം തന്റെ രോമകൂപങ്ങളിലൂടെ രക്തത്തുള്ളികൾ വീഴത്തക്കവണ്ണം തന്റെ ഹൃദയം പൊട്ടിത്താൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന അവിടെയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് നീക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കത്തക്കവണ്ണം പാപമില്ലാത്തവനെ സ്വർഗത്തിലെ പിതാവായ ദൈവം പാപിയാക്കി മാറ്റിയപ്പോൾ, ഒരു നീതിമാനായവനെ പാപിയാക്കിയപ്പോൾ, ആ പാപത്തിന്റെ
ഭാരം സഹിക്കാൻ കഴിയാതെ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ച യേശുവിന്റെ ദീനരോധനം നാം മറന്നു കളയരുത്. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗസ്ഥനായ ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ഗതസമന തോട്ടത്തിൽ ഇറങ്ങി വന്നില്ല. മറിച്ച് അവൻ മുഖം തിരിച്ചു നിൽക്കുന്ന അനുഭവമാ സ്വർഗത്തിൽ നാം ദർശിക്കുന്നതെങ്കിൽ, എന്നെയും നിന്നെയും സ്നേഹിച്ച് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേട്ട് എന്റെയും നിന്റെയും മരണത്തിന് നീക്കുപോക്ക് തരുവാൻ തന്റെ ഏകജാതനായ പുത്രന്റെ മരണ ഭാഷ്യങ്ങള്, മരണവേദനകൾ കണ്ടില്ല എന്ന് നടിച്ചു മുഖം തിരിച്ച ദൈവസ്നേഹത്തെ ഓർക്കുമ്പോൾ ഇന്ന് പകൽ ഈ ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതി വരും? ഹല്ലേലൂയ. മതി വരാതെ വണ്ണം വായ വിസ്താരത്തിൽ തുറന്ന് ഭവനത്തിലായിരിക്കുന്നതൊന്നും ഓർക്കണ്ട, ആലയത്തിലല്ല എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട. ദൈവ സാന്നിധ്യം ഇറങ്ങിയിടമൊക്കെ ആലയമാ. ദൈവമുള്ള ഇടം ദൈവാലയമാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളുടെ ഉൾത്തളങ്ങൾ, നിങ്ങൾ ഇരിക്കുന്ന ഇടം ദൈവ സാന്നിധ്യത്താൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹല്ലേലൂയ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ വചനം പ്രസ്താവിക്കുന്നിടത്ത്, ഘോഷിക്കപ്പെടുന്നിടത്ത്, ഇത് ചെന്നു ചേരുന്നിടത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നെങ്കിൽ ഇത് അനുഭവിക്കുന്ന ദൈവജനമേ, വാകൂട്ടിയിരിക്കരുത്. നീ വായ വിസ്താരത്തിൽ തുറക്ക്. അതിനെ നിറയ്ക്കാൻ കഴിയുന്ന സർവശക്തന്റെ സാന്നിധ്യം നിങ്ങളുടെ ഡ്രോയിങ് റൂമിനകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത്, നിങ്ങളുടെ ലേബർ ക്യാമ്പിനകത്ത് ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണഭാഷകൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ചു. സ്തോത്രം. അസാധാരണമായ വേദനയിലൂടെയും കഷ്ടതയിലൂടെയും യേശു കടന്നു പോയതുപോലെ ഒരു അസാധാരണ ആമേൻ ഹല്ലേലൂയ വേദന മറ്റാരും അനുഭവിച്ചു കാണില്ല. അസാധാരണമായ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ മാനവജാതി കടന്നു പോകുന്നത്. ഈ അസാധാരണ സമയങ്ങളിൽ അസാധാരണ ദയയും അസാധാരണ കൃപയും ദൈവം തന്നു നമ്മെ നടത്തുമ്പോൾ അതിന് നന്ദി പറയാൻ നമ്മൾ മടിക്കരുത്, മറക്കരുത്. പകലിൽ ദാവീദ് പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. സ്തോത്രം. പകൽക്കാലം ചിലർക്ക് ഈ സാക്ഷ്യം ഒരുപക്ഷെങ്കിൽ യേശുവിനോട് ചേർന്ന് പറയാൻ സാധിക്കും. ഞാൻ കഷ്ടം അനുഭവിച്ചൊരു സമയമുണ്ടായിരുന്നു, ഞാൻ വേദന അനുഭവിച്ചൊരു സമയമുണ്ടായിരുന്നു, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയാതെ ഞാൻ ഒറ്റപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ലോകത്തിൽ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചവരൊക്കെ എനിക്ക് മുഖം തിരിച്ച ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിലും മാറാതെ എന്നെ മാറോട് ചേർത്ത് നിർത്തിയ എന്റെ സർവശക്തന്റെ സാന്നിധ്യം കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ചു എന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നതാണ്. സ്തോത്രം. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്, അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാണനെ രക്ഷിക്കണമേ. പ്രാണന് നേരെ സ്തോത്രം വെല്ലുവിളികൾ ഉയർന്നപ്പോൾ, ജീവൻ അപകടത്തിലായപ്പോൾ, ജീവഹാനി സംഭവിക്കുമെന്ന് തോന്നിയ സന്ദർഭങ്ങൾ വന്നപ്പോൾ, മരണനിഴലിന്റെ താഴ്വരകളിൽ കൂടെ ഞാനും നിങ്ങളും നടന്നപ്പോൾ, അതൊരു അനർത്ഥമായി ഭവിക്കാതെ എന്നെയും നിങ്ങളെയും ഉള്ളങ്കരങ്ങളിൽ വരച്ചു വഹിച്ച ഈ സർവശക്തന്റെ സ്നേഹം, ദയ എത്ര വലുതായിരുന്നു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ, സ്തോത്രം എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല, ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു ദോഷം തൊട്ടാതെ എൻ്റെയും നിങ്ങളുടെയും പ്രാണനെ, ആമേൻ ഹല്ലേലൂയ,
ഒരു ബാധയും ഏൽക്കാതെ വണ്ണം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ, ഈ അസാധാരണ കാലഘട്ടത്തിൽ അസാധാരണ ദയ തന്ന് നമ്മെ സൂക്ഷിക്കുന്ന, അസാധാരണ പ്രൊട്ടക്ഷൻ തന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. 5-ാം വാക്യം. Let's come to verse 5. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. Gracious is the Lord and righteous he our God is merciful. We have a merciful God. His mercies endureth forever. അവന്റെ കരുണയും ദയയും എന്നേക്കും നിലനിൽക്കുന്നു. സ്തോത്രം. അതുതന്നെയാണ് 103-ാം സങ്കീർത്തനക്കാരൻ 8-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ. In Psalms 103, in verse 8 we read, the Lord is merciful and gracious, slow to anger and plenteous in mercy. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകും, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഈ കാലഘട്ടത്തിൽ ദീർഘക്ഷമയും മഹാദയയും നമ്മോട് കാണിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Verse 6, ആമേൻ. 116-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവ അല്പബുദ്ധികളെ പാലിക്കും, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. The Lord preserveth the simple, I have brought low and he helped me. അല്പബുദ്ധി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം സിമ്പിൾ എന്ന്. സ്തോത്രം. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ജ്ഞാനമോ നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ മിടുക്കോ എന്തെങ്കിലും ആണോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മെ നിലനിർത്തിയത്? എല്ലാ മിടുക്കന്മാരുടെയും മിടുക്കുകൾ ഇല്ലാതായ ഒരു അസാധാരണ സമയമല്ലേ ഇത്? എല്ലാ ജ്ഞാനികളുടെയും ജ്ഞാനമൊക്കെ അസ്ഥാനത്തായി പോയ ഒരു അസാധാരണ സമയത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ബുദ്ധി കൊണ്ടെല്ലാം നേടാമെന്ന് വിചാരിച്ചവന്റെ ബുദ്ധിയെ നിഷ്ഫലമാക്കി കളഞ്ഞ ദൈവത്തിന്റെ ഇടപെടൽ മനുഷ്യനോട് നടന്ന ഒരു അസാധാരണ കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ബുദ്ധിമാന്മാർ എവിടെ? ശ്രേഷ്ഠന്മാർ എവിടെ? ശാസ്ത്രജ്ഞന്മാർ എവിടെ? ലോക നേതാക്കന്മാർ എവിടെ? അവർക്കാർക്കും ഉത്തരമില്ലാതിരിക്കുമ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ ജ്ഞാനവും അവരുടെ അറിവും അവരുടെ സമ്പത്തും അവരുടെ കഴിവുകളും എല്ലാം ഒന്നുപോലെ ഇല്ലാതായപ്പോൾ ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് പോലും അവരുടെ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ, അമേരിക്കയുടെ പ്രസിഡന്റിന് പോലും കൊറോണ വന്ന നിലയ്ക്ക് ലോകത്തിൽ ആരും ഇതിന് വേറിട്ടവനല്ലെന്നും വ്യത്യസ്തനല്ലെന്നും ദൈവത്തിന്റെ പ്രവർത്തന പാന്താവിൽ ഇതൊന്നും ഒരു വിഷയമല്ലെന്നും ലോകത്തിലെ ബുദ്ധിയുള്ളവനെയും ജ്ഞാനമുള്ളവനെയും ശാസ്ത്രജ്ഞനെയും ലോകത്തിലെ എത്ര ശ്രേഷ്ഠനായ നേതാവാണെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തികളുടെ മുൻപില്, ദൈവത്തിന്റെ കാര്യ പരിപാടികളുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്നും ഒന്നാണെന്നും നമ്മെ വിളിച്ചറിയിച്ച അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു കാലഘട്ടമല്ലേ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഈ പാൻഡമിക് കാലഘട്ടം. എന്നാൽ അതിന്റെ നടുവിൽ സാധാരണക്കാരായ സിമ്പിളായിട്ടുള്ള നമ്മളെ പ്രിസർവ് ചെയ്ത ദൈവം. ഒരുപക്ഷെ ചോദിക്കും, ദൈവമേ എനിക്കൊരു കഴിവുമില്ല, എന്നെ ആര് സഹായിക്കാന്? കഴിവില്ലാത്ത നിന്നെയാ ദൈവം സഹായിക്കുന്നത്. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ ഊന്നുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവനെയും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയുമാണ് ദൈവത്തിന് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ God preserved us because we were so simple. നമ്മൾ അല്പബുദ്ധികളായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് അടുത്ത കാൽച്ചൂട് വെക്കണമെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വളരെ ശക്തമായി വാക്യത്തിലൂടെ ഇടപെടുകയാണ്. ഈ അവസ്ഥയിലിരിക്കുന്ന പകലിൽ എന്നെ കേൾക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ
ദൈവസന്നിധിയിലെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ദൈവ പൈതലേ, ആമേൻ. For your simple questions, God is going to give an answer to you. If you are simple, God is there to preserve you. ഈ എളിയവനെ സഹായിക്കാൻ ആരുണ്ടെന്ന് ചോദ്യം നീ ചോദിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് മറുപടി തരികയാ. ഈ എളിയവനായ നിന്നെ സഹായിക്കാൻ സർവശക്തനായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അസാധാരണമായ പ്രതിസന്ധി നീ നിന്റെ ജീവിതത്തിൽ നേരിടുമ്പോൾ അസാധാരണമായ ദയയും കരുണയുമായി എന്നെയും നിന്നെയും സഹായിക്കുന്ന ഒരു സർവശക്തന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിച്ചറിയുകയാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനത്തെ പ്രതിസന്ധി വന്നപ്പോൾ നടത്തിയ ഒരു ദൈവത്തെ മറന്നുപോയോ? നടത്തിയ ഒരു ദൈവത്തെ ഹല്ലേലൂയ നാമ ഇത്ര പെട്ടെന്ന് അവൻ മറന്നു കളഞ്ഞോ? കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിന് ഇനിയും ഇതിനെ നടത്തുവാൻ ശക്തനാണ്. യെസ് ലോർഡ്, I am simple. I don't have any strength. I don't have any knowledge. I don't have any force. I can't do anything, Lord. But I know you are the God who preserves the simple. Hallelujah. അല്പബുദ്ധികളെ, ബലഹീനരെ, എളിയവരെ, ദരിദ്രരെ, ആമേൻ ഹല്ലേലൂയ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവം അങ്ങാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വേഴ്സ് 7, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. സ്തോത്രം. Lord hath dealt abundantly with thee. Return unto thy rest, O my soul, for the Lord has done. ഇന്ന് പകൽക്കാലം ആകുലതകളും വേദനകളും പ്രയാസങ്ങളും നീ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില കാര്യങ്ങളെ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നതെങ്കിൽ, ഞാനും നിങ്ങളും സേവിക്കുന്നതെങ്കിൽ, ആ ദൈവത്തോടാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നതെങ്കിൽ, സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ആ ദൈവം ഇന്ന് ഉറപ്പ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, സ്വസ്ഥമായിരിക്കെ, ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തിരിക്കുക. ഇന്ന് പകൽക്കാലം ആർക്ക് പറയാൻ കഴിക്കും, എന്റെ ദൈവം എനിക്കൊരു ഉപകാരം ചെയ്തിരിക്കുക, ഇനി ഞാൻ വേവലാതിപ്പെടത്തില്ല, ഇനി ഞാൻ ആഗ്രഹപ്പെടത്തില്ല. I am removing all my anxieties because God has done some great things for me. സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ ചെയ്തിരിക്കുകയാണെന്ന് ഉറപ്പുള്ള ദൈവജനം ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ സ്വസ്ഥമാകും, ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുക. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. You delivered me from death. You delivered my eyes from the tears, and you delivered my feet from the fall. വിടുതലുകളുടെ ഒരു പ്രഖ്യാപനമായി വാക്യം. സാധാരണഗതിയില് ഒരു രോഗമോ സൗഖ്യമൊക്കെ പ്രാപിച്ച് സഭായോഗത്തിന് വരുമ്പോൾ ദൈവമക്കൾ സാക്ഷ്യത്തില് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്യമായി. എത്രമാത്രം അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കില് സാക്ഷാൽ ക്രിസ്തു ഈ വാക്യം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. 3-ാം ദിവസം അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയ്ക്ക് അടപ്പായി വെച്ചിരുന്ന കല്ല് തെറിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പാപത്തെയും ലോകത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വാക്യം 100% പ്രോപ്പറായി തീരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനാണ്. എന്നാൽ ആ കൃപയെ അനുഭവിക്കുന്ന, ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കളെ, ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ നമ്മളും കടന്നുപോയപ്പോഴൊക്കെ നമ്മെയും ഇതുപോലെ ദൈവം നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. കരഞ്ഞ് ഹല്ലേലൂയ കണ്ണിൽ കണ്ണീരില്ലാതാകുവോളം ദൈവസന്നിധിയിൽ വിലപിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. എപ്പോൾ വീണു പോകുമെന്ന് വിചാരിച്ച് കാൽച്ചുവടുകളെ വെക്കുവാൻ മടിച്ചു നിന്ന ദൈവ പൈതലേ, നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്.
Yes, we have a God who can deliver us from tears. We have a God who can deliver us from the fall. We have a God who can deliver us from death. മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും വീഴ്ചയിൽ നിന്നും നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഈ സർവശക്തന്റെ സാന്നിധ്യം എത്ര വലുതാണ്. ഈ ദിവസങ്ങളിൽ നാം ഇത് അനുഭവിക്കുന്നില്ലേ? കൊറോണ പിടിച്ചില്ലെങ്കിലും നീ വെളിയിലൂടെ ഇറങ്ങി നടക്കുന്ന ഓരോ സമയവും മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കാ ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ അരികിലൂടെ കടന്നുപോയവർ എത്രയോ രോഗികളായി. നീ സഞ്ചരിച്ച ഫ്ലൈറ്റിൽ കൊറോണക്കാരൻ ഇല്ലാഞ്ഞിട്ടാണോ നിനക്ക് വരാതിരുന്നത്? നീ ഇട്ട മാസ്കിന്റെയോ N95 മാസ്കിന്റെ ശക്തി കൊണ്ടോ അതിന്റെ ക്വാളിറ്റി കൊണ്ടോ നീ മുഖത്ത് വെച്ച ഒരു സ്ക്രീനിന്റെ ബലത്തിലോ നീ കൈ തുടച്ച സാനിറ്റൈസറിന്റെ എഫക്റ്റ് കൊണ്ടോ ആണോ ഇത്രയും നാളും ദൈവം നിർത്തിയത്? വാസ്തവത്തിൽ ദൈവം മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരികയല്ലായിരുന്നു. കോവിഡ് സെന്ററുകളിൽ കോവിഡ് പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാർക്ക് ദൈവം കൊടുത്ത പ്രൊട്ടക്ഷൻ എത്ര വലുതായിരുന്നു. ഒരാൾക്ക് പോലും ഈ രോഗം പിടിക്കാതെ വണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ സൂക്ഷിച്ചെങ്കിൽ ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് എനിക്ക് പറയാം, അവരെ വിടുവിച്ചത് അവരിട്ട ഹല്ലേലൂയ കിറ്റിന്റെ ബലത്തിലല്ലായിരുന്നു, അവർ വെച്ച മാസ്കിന്റെ ശക്തിയിലല്ലായിരുന്നു, മറിച്ച് എന്റെ സർവശക്തന്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു അവരെ സൂക്ഷിച്ചത്. കരഞ്ഞ് വിലപിക്കേണ്ട എത്രയോ അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയും കൂടാരത്തിൽ വരാമായിരുന്നു. എന്നാൽ അതിൽ നല്ല ദൈവം വിടുവിച്ചില്ലേ? വീണുപോകാവുന്ന എത്ര സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നോ, ആ വീഴ്ചകളൊന്നും ഉണ്ടാകാതെ വണ്ണം കാലിനെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും ദൈവകൃപയിൽ ആശ്രയിച്ച് വെക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൃഷ്ടി നമ്മുടെ മേൽ പതിച്ച് ആലോചന തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപ എത്ര വലുതാ. ഒൻപതാം വാക്യം, വേഴ്സ് 9, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ദാവീദിന്റെ അടുത്ത ഒരു ഡിറ്റർമിൻഡ് സ്റ്റേറ്റ്മെന്റ്, ദൈവസന്നിധിയിൽ താൻ എടുക്കുന്ന മറ്റൊരു തീരുമാനമായി. മുകളിൽ താൻ പറഞ്ഞു, ഞാൻ ജീവകാലമൊക്കെയും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇപ്പൊ താൻ പറയുക, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക മാത്രമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. I will walk before the Lord in the land of the living. എന്താ ദാവീദ് പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ദൈവം എന്നെ ജീവനോടെ ശേഷിപ്പിച്ചത്, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ഇന്നും നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, യഹോവയുടെ നാമം ഉയർത്തി എന്റെ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ ഈ ലോക മനുഷ്യരുടെ മുന്നിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ദാവീദിന് ഇപ്പോൾ ഉള്ളത്. What is the purpose we receive the deliverance from death? എന്തിനാ മരണത്തിൽ നിന്ന് എന്നെ നീക്കുപോക്ക് നൽകി ദൈവം എന്നെ വിടുവിച്ചത്? എന്തിനാ ദൈവം എന്നെ കണ്ണുനീര് തുടച്ചത്? എന്തിനാ വീഴ്ചയിൽ നിന്ന് എന്റെ കാലുകളെ പരിപാലിച്ചത്? മറ്റൊന്നിനും വേണ്ടിയല്ല. ലോകക്കാരുടെ മുൻപിൽ ദൈവമില്ല എന്ന് പറയുന്നവരുടെ മുൻപിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തെ അറിയാത്ത ജാതികളുടെ മുൻപിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരസ്യമായി വിളിച്ചു പറയുവാൻ എന്റെയും നിന്റെയും ദൈവം നിർത്തിയിരിക്കുകയാണെന്ന് ബോധ്യമുള്ള ദൈവജനം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ തീരുമാനമെടുത്ത് മടങ്ങിപ്പോകാവോ? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. I will walk before the Lord in the land of the living. വിടുതൽ പ്രാപിച്ചെങ്കിൽ വിടുതൽ പ്രാപിച്ച് വീടിനകത്ത് കുത്തിയിരിക്കാനല്ല ദൈവം വിടുതൽ തന്നത്.
തന്ന വിടുതൽ 4 പേരൊന്ന് അറിയണം. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. Even today God wants to show the world the difference between the one who serves the Lord and the one who doesn't serve the Lord. That is why God has delivered us. എന്നെയും നിന്നെയും വിടുവിച്ചതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. There is a purpose behind all the deliverance what God has given us. സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന വിടുതലുകളുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നന്നായി തിരിച്ചറിയുന്ന ദാവീദ് ഒരു തീരുമാനമെടുത്തു. ഇനിയും ജീവനുള്ളിടത്തോളം കാലം, എന്നെയും ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തുന്നത്രയും കാലം ഞാൻ ദൈവ മുമ്പാകെ നടക്കും. എന്ന് വെച്ചാൽ ഈ ലോകക്കാർക്ക് ദൈവത്തെ കാണിച്ചു കൊടുത്ത് നടക്കുമെന്ന്. അതാ പൗലോസ് പറഞ്ഞത്, യു ആർ ദ ട്രൂ ഫോട്ടോകോപ്പീസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. യു ആർ ബീൻ കോൾഡ് ഔട്ട് ടു പോർട്രേ ജീസസ് ടു ദ വേൾഡ്. ലോകത്തിന് ക്രിസ്തുവിനെ കാണിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാ നമ്മൾ. നമ്മെ വിളിവിച്ച് നിർത്തുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ലഭിച്ചതെങ്കിലും അതിന്റെ പുറകിലുള്ള ഡിവൈൻ പർപ്പസ് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഹല്ലേലൂയ. ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുമെന്ന് ആദ്യം പറഞ്ഞു. അത് ദാവീദിന്റെ ഒന്നാമത്തെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഡിസിഷനായിരുന്നു. രണ്ടാമത്തെ ഡിസിഷൻ, ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കും. സ്തോത്രം. നെക്സ്റ്റ് വേഴ്സ് 11. ഞാൻ ഹല്ലേലൂയ ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ചിലരൊക്കെ പറഞ്ഞു ഞാൻ വലിയ കഷ്ടതയിലായി. ദാവീദ് തന്റെ ഐഹിക ജീവകാലത്ത് തന്റെ ജീവിത അവസാനത്തോട് വന്നപ്പോൾ താൻ ചില രോഗശൈലിയിലൊക്കെ ആയതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ആയപ്പോൾ പലരും പറഞ്ഞു, ദാവീദേ ഈ കൈക്ക് നീ പോക്കാം. പറഞ്ഞതിന്റെ സാരം ഞാൻ പച്ച മലയാളത്തിൽ എന്ന് പറയുക, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. നാട്ടുകാരും മുഴുവൻ പറയുന്നത് കേട്ടപ്പോൾ ഞാനും ഒന്ന് വിശ്വസിച്ചു, ഒരുപക്ഷെങ്കിൽ ഈ കൈക്ക് ഞാൻ പോക്കാം. സ്തോത്രം. പ്രതിസന്ധി വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അകത്തും പിശാച് ആ ചിന്ത കൊണ്ടിട്ടില്ലേ, ഒരുപക്ഷെ നീ പോക്ക. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെങ്കിൽ അത് വിശ്വസിക്കത്തക്കവണ്ണം പലപ്പോഴും പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്നതല്ലേ. 11-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നെക്സ്റ്റ് വേഴ്സ്, സകല മനുഷ്യരും ഭോഷ്കു പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു പോക്കാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഈ പറയുന്നതൊക്കെ കളവാണ്. കാര്യം എന്നാന്നറിയാമോ? പൗലോസിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അന്ത്യം വരെയും കാക്കുവാൻ ശക്തനാണ്. ഞാൻ ആരെ വിശ്വസിച്ച ഇറങ്ങിയെന്ന് എനിക്കറിയാം. ഏത് ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എൻ്റെ വീഴ്ചയിൽ എന്നെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് എന്നറിയാമെന്ന് ദാവീദ് പറയുക. ലോകം എന്തു വേണേ പറഞ്ഞോട്ടെ, എന്നെക്കുറിച്ച് ലോകം എന്ത് അപവാദം പറഞ്ഞോട്ടെ, ആമേൻ, അതിന് വൈദ്യശാസ്ത്രം പറഞ്ഞോട്ടെ, ഇനിയും ജീവനില്ല എന്ന ആ അനുഭവത്തിലൂടെ കടന്നുപോയി എത്രയോ പേരിന്ന് പകൽ തന്നെ കേൾക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം പറഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പ്രാർത്ഥിക്കേണ്ടവരോടൊക്കെ പ്രാർത്ഥിച്ചോ, പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ എന്ന് എത്രയോ വട്ടം ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് എന്നെയും നിന്നെ വിടുവിച്ച് ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തിയിരിക്കുന്നത് യഹോവയുടെ മുൻപാകെ നടക്കാനാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നുവെന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു. ലോകം ഭോഷ്ക് പറയും, പിശാച് ഭോഷ്ക് പറയും, അവൻ ഭോഷ്കിന്റെ അപ്പനാണ്.
ഇത് കേട്ട് ഭയപ്പെടരുതെന്ന് പറയാനായി വാക്യം വായിച്ചത്. ലോകം പറയുന്നത് കേട്ട് നീ നിന്നെ തന്നെ ക്ഷീണിപ്പിക്കരുത് സഹോദര. നിന്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്ന ഏത് വിഷയത്തിന്റെ പുറകിലും ഈ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിക്കും ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽക്കാലം ആ പർപ്പസ് മനസ്സിലാക്കുക. There is a divine purpose behind everything what happens in your life. Without purpose, God doesn't do anything. ഒരു ഉദ്ദേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ചിലപ്പോ ചോദിച്ചേക്കും, പാസ്റ്ററെ ജോലി പോയത് ദൈവത്തിന്റെ ഉദ്ദേശമാണോ? ആണെന്ന് പറയാം. കാരണം അതിലൂടെ ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ നീ നന്നായി തിരിച്ചറിയും. Praise God. Hallelujah. ഇന്നലെയും ജോലി നഷ്ടപ്പെട്ട ഒരു സഹോദരന്റെ കാര്യം ഞാൻ ഓർത്ത് പറഞ്ഞു. Praise God. അദ്ദേഹത്തോട് ഞാൻ ഓർപ്പിച്ചത് ഇത് തന്നെയാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. വെറുതെ ദൈവം ഒന്നും ചെയ്യില്ല. Praise God. 12-ാം വാക്യം. സമയം കടന്നു പോകുന്നല്ലോ വേഗത്തിൽ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? വല്ലതും പകരം കൊടുക്കുന്നുണ്ടോ? Are we doing anything in return to God for all the mercies which He bestowed upon us? സർവശക്തൻ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ചെയ്ത ഉപകാരത്തിന് നാം എന്തുവാ പകരം ചെയ്യുന്നത്? അതോ ദൈവത്തിന് ഞാനിപ്പോ എന്നോ കൊടുക്കാനായി എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വാക്യം ഹൃദയത്തിൽ ഒന്ന് കുത്തണം കേട്ടോ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? What shall I render unto the Lord for all His benefits towards me? യഹോവ എനിക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്നുള്ളവർ ഈ വാക്യം അങ്ങ് വിട്ടുകളഞ്ഞു. അവരിത് വായിക്കുകയേ വേണ്ട. എന്തേലും ഒരു ഉപകാരം ദൈവം ചെയ്തെന്ന് ബോധ്യമുള്ളവർ ഈ വാക്യത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചോളൂ. ഒന്ന് ചോദിച്ചോളൂ, യഹോവേ ഞാൻ അങ്ങേക്ക് എന്ത് ഉപകാരം ചെയ്യും? ഇനി സങ്കീർത്തനക്കാരായി കൊടുക്കുന്ന മറുപടി നമുക്ക് യോജിച്ചതാണോ എന്നൊന്ന് നോക്കിക്കോ. അടുത്ത വാക്യം താൻ പറയുക, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. I will take the cup of salvation and call upon the name of the Lord. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കാൻ. ഹല്ലേലൂയ. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. I will take up the cup of salvation. And the next verse, 14-ാം വാക്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അത് പൂർണ്ണമാകും. I will take up the cup of salvation and I will pay my vows unto the Lord now in the presence of all His people. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. സഹോദരന്മാരുടെ മധ്യേ, സഭാ മധ്യേ ഞാൻ അവനെ കീർത്തിക്കും. ഈ രക്ഷിച്ച ദൈവത്തെ, വിടുവിച്ച ദൈവത്തെ, അവന്റെ രക്ഷയെ ഒന്ന് വർണ്ണിക്കുവാനും മറ്റുള്ളവരോട് വിളിച്ചു പറയുവാനും എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്നുവെന്ന്, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്തോത്രം. ഒരു എന്താണ് പറയുന്നത്, ഒരു റിട്ടേൺ. ദൈവം എന്തെങ്കിലും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. പത്രോസ് അപ്പോസ്തലന്റെ വാക്ക് കടമെടുത്താൽ ഇങ്ങനെയാ പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ട ജാതിയും സ്വന്തം ജനവും വിശുദ്ധ വംശവും ഒക്കെയാണ്. എന്തിനാ വിളിച്ചത്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അത് തന്നെയാ ദാവീദ് പറഞ്ഞത്. സ്തോത്രം. രക്ഷിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ, എന്റെ കണ്ണുനീര് തുടച്ചവന്റെ ആ നല്ല ഗുണങ്ങളെ ഒന്ന് ഘോഷിപ്പാൻ, എന്നെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച ആ നല്ല ദൈവത്തിന്റെ
ആ കരുതലിനെ ഒന്ന് ഘോഷിപ്പാൻ. ഇതിനാ എന്നെ വിളിച്ചത്, ഇതിനെ എന്നെ നിർത്തിയിരിക്കുന്നു, ഇതാ ദൈവം പകരമായിട്ട് ആഗ്രഹിക്കുന്നത്. നിന്റെ സ്വത്രാഴ്ച അല്ല കർത്താവിന് വേണ്ടത്, നിന്റെ ദശാംശമല്ല കർത്താവിന് വേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. വേണ്ടത് മറ്റൊന്നുമല്ല, ഈ ദൈവത്തെ നീ ഒന്ന് പുകഴ്ത്തണം, ഈ ദൈവത്തിന്റെ നാമം ഒന്ന് ഉയർത്തണം. ഈ ദൈവത്തെ ഉയർത്തുവാനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂപരപ്പിലാക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കാൻ കഴിക്കും. 15-ാം വാക്യം, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയേറിയതാണ്. ഇനി ഞാൻ ഈ ലോകത്തിൽ അങ്ങ് ഇല്ലെന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഇനി അങ്ങ് മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല. കാര്യമല്ല, എന്റെ മരണം പോലും ആർക്കിഷ്ടമാണ്? ദൈവത്തിന് ഇഷ്ടം. വിലയേറിയതാണ്. സ്തോത്രം, അല്ലേ? ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി പൗലോസ് പറഞ്ഞതാണ്, ഇല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, എനിക്ക് മരിക്കുന്ന ലാഭമാണ്. സ്തോത്രം. ഇതകത്തുള്ളവനെ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. വിട്ടുപിരിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനോട് കൂടെയാണെന്ന് പൂർണ്ണ ഉറപ്പ് പൗലോസ് തന്നു. സ്തോത്രം. ഭക്തൻ മരിച്ചാൽ പോകുന്നത് യഹോവയുടെ സന്നിധിയിലേക്കാണെന്ന് അവന് നല്ല ഉറപ്പാണ്. ദൈവത്തിനും അത് തന്നെ ആഗ്രഹം. തന്റെ ഭക്തൻ എത്രയും വേഗം തന്റെ അടുക്കൽ വരണം. യഹോവയ്ക്ക് അത് വിലയേറിയതാണ്. പക്ഷെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കണോ മരിക്കണോ, ഏതാണ് നല്ലതെന്ന് പൗലോസ് കൺഫ്യൂഷൻ പറയുന്നത് പോലെ, സ്തോത്രം, ഏതാണ് നല്ലത് അതനുസരിച്ച് ദൈവം ചെയ്യും. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഞാൻ ജീവിച്ചിരുന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ഞാൻ മരിച്ചാലും ദൈവസന്നിധിയിൽ അവനെ സ്തുതിക്കാനാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ഭാരവുമില്ല. മരണഭയം മാറിയവനാണ്, അല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ മരണഭീതിയിലല്ല. അവന് മരണത്തെക്കുറിച്ച് പേടിയില്ല. മരണം അവൻ അവസാനമല്ല, മരണം അവന് പ്രമോഷൻ. ബിക്കോസ് ഹി ഈസ് പ്രമോട്ടഡ് ഇൻ എ ഗ്ലോറിഫൈഡ് ബോഡി. ഈ താഴ്ചയും ഈ വേദനയും ഈ ദുഃഖവും ഈ ബുദ്ധിമുട്ടും ഈ നിലവിളിയും എല്ലാമുള്ള ലോകത്തിൽ നിന്ന് പ്രമോഷൻ ലഭിച്ച് ഇതൊന്നുമില്ലാത്ത ലോകത്തിലേക്ക് പോകുന്ന സന്തോഷകരമായ അനുഭവം അറിയാവുന്ന ഭക്തന്മാർ പറയുന്നത് ആമേൻ, ഹല്ലേലൂയ, ഇതവരുടെ സന്തോഷമാണ്. പൗലോസ് അത് പറഞ്ഞ ഒരു ഭക്തൻ. അടുത്ത വാക്യം, 16-ാം വാക്യം. സ്തോത്രം. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഏത് ബന്ധനങ്ങളാണ്? മുകളിൽ ഒരു പാശങ്ങൾ, ഒരു ബന്ധനങ്ങൾ പിടിച്ചായിരുന്നു. ഏത് ബന്ധനം? മരണത്തിന്റെ ബന്ധനം. സ്തോത്രം, ഹല്ലേലൂയ. ആ മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു. എവിടാണ് അഴിച്ചത്? കാൽവരി കുലമരത്തിൽ മരണത്തെ ഒരുവൻ തോൽപ്പിച്ചു. എവിടെയാ അഴിച്ചത്? അരിമത്തിയിലെ യോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയ്ക്കകത്ത് പാറ കൊണ്ടൊരടപ്പ് തീർത്ത് സാക്ഷാൽ പാറയാകുന്ന ക്രിസ്തുവിനെ ആബേൽ പാറയ്ക്കകത്ത് അടക്കം ചെയ്തിട്ട് ഇവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആബേൽ റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയും പതിപ്പിച്ച് മരണപാശങ്ങൾ കേൾപ്പിച്ചു കൊടുത്തിട്ട് പാപവും പിശാചും ലോകവും ആനന്ദ നൃത്തം ചവിട്ടിയപ്പോൾ 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി അകത്തു കിടക്കുന്ന സാക്ഷാൽ കല്ലിന്മേൽ വ്യാപരിച്ചപ്പോൾ പുറത്ത് വച്ച കല്ല് തുറിച്ച് അവൻ ഒരു ജയഭേരി മുഴക്കിക്കൊണ്ട് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണപാശങ്ങളെ അഴിച്ചുകൊണ്ട് ജയാളിയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഉയർത്തെഴുന്നേറ്റവന്റെ സാക്ഷിയാണ് ഞാൻ, അവന്റെ ശിഷ്യനാണ് ഞാൻ. എന്നെയും ഈ മരണത്തിന് കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ഉറപ്പുണ്ടോ? ക്രിസ്തു ആദ്യജാതനായി പുനരുദ്ധാനം പ്രാപിച്ചെങ്കിൽ അവനോടുകൂടെ ഞാനും ഏകീഭവിക്കും. മരണത്തിന് എന്നെയും പിടിച്ചു വെക്കാൻ സാധ്യമല്ല.
കാരണം അവൻ എൻ്റെ മരണഭാഷകളെ അടിച്ചു, എനിക്ക് നിത്യജീവൻ നൽകി. ഒരു ദിവസം കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ എൻ്റെ കല്ലറ വിട്ട് ഉയർത്തും. മരണത്തിന് എന്നെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. എൻ്റെ മരണത്തെ സ്വർഗത്തിലെ ദൈവം കാൽവറിയിൽ അടിച്ചു. മരണത്തോടുകൂടെ നിന്റെ ശാപത്തിൻ്റെയും ആമേൻ നിന്റെ പാപത്തിൻ്റെയും എല്ലാ കെട്ടുകളും കാൽവറിയിൽ എൻ്റെ യേശു അഴിച്ചു. നിന്റെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ, നിന്റെ ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, നിന്റെ പാരമ്പര്യ വാഴ്ചകളുടെ ബന്ധനങ്ങൾ, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങൾ, ആമേൻ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ ബന്ധനങ്ങൾ എല്ലാം കാൽവറിയിൽ യേശു അഴിച്ചു. ക്രൂശിൽ തറച്ച് എന്നേക്കുമായി നീക്കി. വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയോത്സവം കൊണ്ടാടിയെന്ന കൊലോസി ലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറയുന്ന വാക്ക് നമുക്കറിയാം. വാസ്തവത്തിൽ യേശു നമ്മുടെ മരണഭാഷങ്ങളെ അഴിച്ചു. ഈ വാക്യം വായിക്കുമ്പോൾ യേശുവിൻ്റെ മരണഭാഷങ്ങളെ പിതാവായ ദൈവം അഴിച്ച് 3-ാം ദിവസം അവനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും മരണഭാഷങ്ങൾ അഴിച്ചിരിക്കുകയായതുകൊണ്ട് മരണത്തിന് എന്നെയും നിങ്ങളെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ മുഖാമുഖം വെല്ലുവിളിക്കാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കളെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം മരണത്തെ കണ്ടുകൊണ്ട് അവനോട് വിളിച്ചു പറ, മരണമേ നിനക്കെന്റെ മേൽ അധികാരമില്ല. കാരണം എന്റെ യേശു മരണത്തെ ജയിച്ചവനാ. അവൻ എന്റെ ബന്ധനങ്ങളെ അഴിച്ചു. പ്രൈസ് ഗോഡ്. മരണത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചതോടുകൂടെ മറ്റെല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു. ഇനിയും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആരും വന്ന നിങ്ങളുടെ ബന്ധനം അഴിക്കാനൊന്നും പോകണ്ട. അങ്ങനെ കുറെ പാർട്ടികളുണ്ട് ബന്ധനം അഴിക്കാൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കുറച്ച് പുള്ളികൾ. നീ സാക്ഷാൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവനാണോ? യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവനാണോ? അങ്ങനെ സ്വീകരിച്ചപ്പോൾ നിന്റെ സകല ബന്ധനങ്ങളും കാൽവരിയിൽ യേശു അഴിച്ചു. നിന്റെ ശുശ്രൂഷ നടത്തിക്കഴിഞ്ഞു. ഇനി നീ വിശ്വസിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. 17-ാം വാക്യം. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പൊ അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ഇനി ഒറ്റ പണിയെ നമുക്കുള്ളൂ. സ്തോത്രം എന്ന യാഗം അർപ്പിച്ചവനെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. സ്തോത്രയാഗം കഴിച്ച് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചോ. പ്രൈസ് ഗോഡ്. 18-ാം വാക്യം. യഹോവയുടെ ആലയത്തിൽ നിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും. എവിടെയാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്? സ്തോത്രം യഹോവയുടെ ആലയത്തിലും പിന്നെ യെരൂശലേമേ നിന്റെ നടുവിലും. എന്ന് വെച്ചാൽ ഞാൻ പാർക്കുന്ന പട്ടണത്തിന്റെ നടുവിൽ. I am going to praise God in the midst of the city where I am living. എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ മനുഷ്യന്റെ നടുവിൽ ഞാൻ എന്റെ ദൈവത്തെ ഉയർത്താൻ പോകുന്നു. I am going to praise God in the presence of the people where I am living. ഇതാ ദാവീദ് പറഞ്ഞത്. ദാവീദ് യെരൂശലേമിൽ താമസിച്ചവനാണ്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, യെരൂശലേമിൽ ആലയവുമുണ്ട്. അപ്പോൾ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ മാത്രമല്ല, യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ ഈ ദൈവത്തെ ഉയർത്താൻ പോകുന്നു. 19-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കും, കഴിക്കും, യഹോവയെ സ്തുതിക്കും. അസാധാരണമായ ദയ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനോട് കാണിച്ചു. അതേപോലെ തന്നെ മുഖം തിരിച്ചു നിന്നെങ്കിലും മാനവരാശിയെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് വേറെ മാർഗമില്ല. എന്നാൽ അതിന്റെ നടുവിലും തന്റെ പുത്രനോട് അസാധാരണ ദയ കാണിച്ചു. സമയം അവസാനിക്കുകയാണ്. അസാധാരണ ദയ ലഭിച്ച ഒരു മനുഷ്യന്റെ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ച് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വാക്യം ഒരുപക്ഷെങ്കിൽ ഓർമ്മ വന്നതാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു.
മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെ കൈക്കൊണ്ടു. ഒരു ദയയും ലഭിക്കത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത്, ഒരു സഹായവും ലഭിക്കത്തില്ല എന്ന് കരുതിയിരുന്നിടത്ത് ഇതാ ഒരു അസാധാരണ ദയ. പ്രിയ ദൈവമക്കളെ, സഹായം ലഭിക്കുമെന്ന് നീ വിചാരിച്ചിടത്തു നിന്നല്ല ഈ ദിനങ്ങളിൽ നിനക്ക് സഹായം വന്നത്. അതിനപ്പുറത്തൊരു പ്രതീക്ഷയുമില്ലാതിരുന്നിടത്ത്, ഫ്രം ആൻ അൺഎക്സ്പെക്ടഡ് പ്ലേസ് and from an unexpected people you receive mercy and grace of God. പൗലോസ് പറയുക, ഒരു അസാധാരണ ദയ ആരാ കാണിച്ചത്? ബർബരന്മാർ. ഒരു കാരണവശാലും മനുഷ്യനെ കണ്ടാൽ കൊന്നു ചുട്ടു തിന്നുന്ന നരഭോജികളായ മനുഷ്യരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ പ്രിയ പൗലോസേ, ഞാൻ നിന്റെ ജനത്തിൽ നിന്നും നിന്റെ ജാതികളുടെ കയ്യിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് ഒരുവൻ നിന്നെ വിളിച്ചിറക്കിയപ്പോൾ വാക്ക് തന്നെങ്കിൽ ആ വാക്ക് ഇന്നും പാലിക്കപ്പെടുന്നുണ്ട്. ബർബരന്മാരുടെ നടുവിലാണ് നീ നിൽക്കുന്നതെങ്കിലും അവിടെ അസാധാരണ ദയതൊന്ന് നിന്നെ നടത്തുവാൻ കഴിയുന്നവനാണ് ഞാനെന്ന് ദൈവവചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാളുകളില് നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിനക്ക് വേണ്ടി ചില അസാധാരണ ദയ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും ആയിരിക്കുകയില്ല ഒരു പക്ഷെങ്കിൽ നിനക്ക് ഈ അസാധാരണ ദയ വരുവാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് അവിടെ സംഭവിച്ചത്? ബർബരന്മാർ തീ കായാനുള്ള ഒരു അവസരം കൊടുത്തു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ശൈത്യം അനുഭവിച്ചു വന്നവർക്ക് തീ കായുവാനുള്ള ഒരു അല്പം സാവകാശം അവിടെ കൊടുത്തു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും. ആമേൻ. പൗലോസ് പിന്നെ അവിടെ എന്താ വായിക്കുന്നത്? തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. അടുത്ത വാക്യം, സ്തോത്രം, 1-2 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ടവന്റെ കൈക്ക് പറ്റി. സ്തോത്രം. മരണപാശം ചുറ്റി. കൂടെ നിന്നവർ പറഞ്ഞു, ഇവന്റെ കഥ കഴിഞ്ഞു. 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവന്റെ കഥ കഴിഞ്ഞു. ഇതിനു മുമ്പ് ഈ അണലി കടിച്ചിട്ടുള്ള ഒരൊറ്റ പുള്ളിയും ജീവനോട് ഇരുന്നിട്ടില്ല. പൗലോസിന്റെ കാര്യം കഴിഞ്ഞു എന്ന് അവിടെ ബർബരന്മാർ, അനുഭവമുള്ളവർ, കൂടി നിന്ന ലോകമക്കൾ വിധി എഴുതി. എല്ലാം അവസാനിച്ചു. അവര് പറയുകയാണ്, ഇപ്പോഴവൻ വീഴും, ഇപ്പോഴവൻ വീർക്കും, അവന്റെ കഥ ഇതുകൊണ്ട് കഴിഞ്ഞു. സ്തോത്രം. 276 പേര് പൗലോസിനോട് കൂടെ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ വിറക് പറകിയിട്ട് അവിടെ തീ കായുന്നുണ്ട്. എന്നാൽ അവരിൽ ആരുടെ മേലും കടിക്കാത്തൊരു സാധനം പൗലോസെ നിന്റെ കയ്യിൽ കടിച്ചെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അഭിഷേകമുള്ളവന് നേരെ മാത്രമേ പിശാചിന് യുദ്ധമുള്ളൂ. അഭിഷേകമുള്ളവനോട് മാത്രമേ പോരാട്ടമുള്ളൂ. അഭിഷേകമുള്ളവന്റെ വഴി മുടക്കാന് പിശാച് ശ്രമിക്കത്തുള്ളൂ. ഇതിനു മുമ്പ് നീ സഞ്ചരിച്ച പടക് ഈ റോമയിൽ എത്തരുതെന്ന് വിചാരിച്ച് ഈശാനമൂലൻ അടുപ്പിച്ച് പടക് തകർക്കാൻ നോക്കിയ ഒരു ദുഷ്ടശക്തിയുണ്ട്. അതിന്റെ ലക്ഷ്യം അഭിഷക്തൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അടിച്ചതും ആ ദുഷ്ടന്റെ തന്ത്രമായിരുന്നു. അഭിഷക്തന് നേരെയാണ് കടിച്ചത്. എന്നാൽ പാമ്പേ, നിനക്ക് തെറ്റി. ഇതിനു മുമ്പ് നീ കടിച്ചിട്ടുള്ളവരൊക്കെ ചത്തു വീർത്തെങ്കിൽ ഇന്നു നീ കടിച്ച ആള് മാറിപ്പോയി. ആള് സാധാരണക്കാരനല്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിഷത്തേക്കാൾ ശക്തിയുള്ള മറ്റൊരു അത്യന്ത ശക്തി ശിരകളിൽ വഹിക്കുന്നവനാണ് അഭിഷേകനെങ്കിൽ ഈ ലോകത്തിലെ ഒരു പാമ്പിന്റെ വിഷത്തിനും കൊല്ലാൻ കഴിയാത്ത അത്യന്ത ശക്തി ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകൻ അതിനെ തീയിൽ ഉടഞ്ഞു കളഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ എനിക്കും നിനക്കും എതിരായി വരുന്ന വെല്ലുവിളികളെ അഭിഷേകത്തിന്റെ തീയിൽ ഉടഞ്ഞ് ജയാളിയെ പോലെ യാത്ര ചെയ്യുവാൻ ദൈവാത്മാവെന്ന രാത്രി ഇന്ന് പകൽക്കാലം ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയും
ബർബരന്മാര് പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വന്നിട്ടും നീതിദേവി ഇവനെ വിട്ടില്ലെന്ന്. സ്തോത്രം. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന്റെ പിന്നിൽ വ്യാപരിച്ച ശക്തി ഏതാണെന്ന്. നിനക്ക് പിന്നിൽ വ്യാപരിക്കുന്ന അദൃശ്യമണ്ഡലത്തിൽ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണം. മരണപാശങ്ങൾ കൊണ്ട് നിന്നെ ചുറ്റി ഏതു സമയത്തും നിന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി. എന്നാൽ പൗലോസേ, നിനക്കെന്നാ ഒന്നും പറ്റാഞ്ഞത്? സ്തോത്രം. അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് പൗലോസിന്റെ അനുഭവം നമ്മളെ വിളിച്ചു പറയുമ്പോൾ, അസാധാരണ സന്ദർഭത്തിൽ അസാധാരണമായ ശക്തി പൗലോസിന്റെ മേൽ വ്യാപരിച്ചു. അവൻ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഇതിനു മുമ്പ് വരെ നീ കടിച്ചേച്ച് പോയി പാത്തിരിക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നീ കടിച്ചത് അഭിഷക്തന്റെ കയ്യിലായതുകൊണ്ട് അതോടെ നിന്റെ കഥ കഴിഞ്ഞു. പാമ്പേ, ഇനിയും നിനക്ക് ജീവനില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലോകത്തിൽ അനേകരെ കടിച്ചു പാപത്തിന്റെ ഹല്ലേലൂയ പടുകുഴിയിൽ തള്ളിയ പഴയ പാമ്പാകുന്ന പിശാചിന്റെ തലയെ കാൽവരി ക്രൂശില് തന്റെ ഹല്ലേലൂയ ആണിപ്പാടുള്ള കാലുകൾക്ക് കീഴെ ചതച്ചരച്ച് അവന്റെ തലയെ തകർത്തവനായ എന്റെ യേശു ജയാളിയായി നിൽക്കുമ്പോൾ അവനെ ഉയർപ്പിച്ചവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവമേ, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ആത്മാവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവനൊരു കൊലപാതകനാണെന്ന് പറഞ്ഞവർ അടുത്ത നിമിഷം അഭിപ്രായം തിരുത്തി പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവനൊരു ദേവനാണ്. ലോകം നിന്നെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറയും കേട്ടോ. പക്ഷെ നിന്റെ ലോകത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിക്കുറിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇതിന് വ്യാപരിക്കുന്ന ശക്തിയായി അഭിഷേകത്തിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്ഷയുടെ പാനപാത്രം എടുത്ത് അഭിഷേകം ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവവേദനെ, നീ അഭിഷേകത്തോടെ ഈ ലോകത്തിൽ ഇറങ്ങി ഹല്ലേലൂയ എന്റെ നാമത്തെ ഉയർത്തുവാൻ നിലനിൽക്കുമ്പോൾ നിനക്ക് വിരോധമായി ലോകശക്തികൾ വ്യാപരിക്കും. നിനക്ക് വിരോധമായി അന്ധകാര ശക്തികൾ എഴുന്നേൽക്കും. നിനക്ക് വിരോധമായ ദുഷ്ടശക്തികൾ വരും. നിന്നെ തകർത്ത് കളയുവാൻ അനേകർ വെല്ലുവിളിക്കും. എന്നാൽ അതിന്റെ മധ്യത്തില് നീ ഒരു കൊലപാതകനാണെന്നും നീ ഒരു പാപിയാണെന്നും നീ കൊള്ളരുതാത്തവനാണെന്നും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നും ഹല്ലേലൂയ വിധി പറയുന്നവരുടെ മുൻപിൽ നിന്നെ ഉയർത്തി നിർത്തുവാൻ, നിന്നെ ഒരു ദേവനെന്ന് പറയിപ്പിക്കുവാൻ ഈ സ്വർഗത്തിന് കഴിയുമെന്ന് പകൽക്കാലം തിരിച്ചറിയുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പൗലോസേ, സ്തോത്രം. ബർബരന്മാരുടെ അസാധാരണ ദയ നിനക്ക് കിട്ടിയെങ്കിൽ ബർബരന്മാർക്കും തിരിച്ചു കൊടുക്കുവാൻ പൗലോസിന്റെ കയ്യിൽ ചിലതുണ്ടായിരുന്നു. അല്ലെങ്കിൽ മെലിത്താ ദ്വീപിലെ ബർബരന്മാർക്ക് സൗഖ്യം കൊടുക്കുവാൻ ഈ അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ എന്റെയും നിന്റെയും ചുറ്റുപാടുകളിലുള്ള ഈ ലോകത്തിലെ ജനങ്ങൾക്ക് രക്ഷയിലൂടെ ഒരു സൗഖ്യം കൊടുക്കുവാനാ എന്നെയും നിന്നെയും ഈ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ നമ്മുടെ ദൗത്യവും പർപ്പസും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസ്ഥലത്തിൽ തീരുമാനമെടുക്ക്. ദാവീദ് തീരുമാനിച്ചതുപോലെ ഞാൻ ജീവനുള്ള കാലം ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ളിടത്തോളം നാളും ഈ യഹോവയുടെ മുൻപാകെ നടക്കും. ഹല്ലേലൂയ. I will call upon the Lord throughout my life. സ്തോത്രം. I will walk in the presence of the Lord. അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സാധിക്കും. നമ്മുടെ തീരുമാനത്തിന്റെ മുമ്പിൽ സ്വർഗം ചലിക്കട്ടെ. ഇന്ന് പകലിൽ ചില തീരുമാനങ്ങളോടെ അസാധാരണ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന അസാധാരണ ദയ ഏറ്റെടുത്തുകൊണ്ട് സർവശക്തന്റെ ദയ കരുണ പ്രാപിച്ചു ഈ ലോകത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞു ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ചാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം എത്ര അസാധാരണമായ ദയ നമ്മളോട് കാണിച്ചത്. സർവശക്തന്റെ അസാധാരണമായ നടത്തിപ്പ് നാം അനുഭവിച്ചു.
അങ്ങനെയാണെങ്കിൽ ആ സാധാരണതയെ കാണിച്ചതിന് പകരം നാം എന്തു കൊടുക്കും? ദാവീദ് പറയുന്നു, ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് സഭാമധ്യേ, ഞാൻ പാർക്കുന്ന ദേശത്തിന്റെ മധ്യേ, ആലയത്തിന്റെ മധ്യേ ഞാൻ യഹോവയുടെ മുൻപാകെ നടക്കും. ദൈവം മുൻപാകെ നടക്കുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അതിന് സമർപ്പണമുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ദൈവമുഴുവന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ സർവശക്തന്റെ വലിയ കരുണയും കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആമേൻ ദാവീദ് പറഞ്ഞതുപോലെ ആമേൻ അവൻ എന്നെ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തന്നു, അവൻ എൻ്റെ കണ്ണുകളുടെ കണ്ണുനീരിൽ നിന്ന് നീക്കുപോക്ക് തന്നു, അവൻ എൻ്റെ വീഴ്ചയിൽ നിന്ന് നീക്കുപോക്ക് തന്ന ഈ ദൈവത്തെ പിന്നെയും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നാം എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥന